ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് പരിവാഹൻ്റെ സൈറ്റ് വഴി എങ്ങനെ ചെക്ക് പോസ്റ്റ് ടാക്സ് അഥവാ ബോർഡർ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെൻ്റായി അപേക്ഷകൻ്റെ RC ബുക്കാണ് വേണ്ടിവരുന്നത്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിൻ്റെ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ ബോർഡർ ടാക്സ് പേയ്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ ചെക്ക് പോസ്റ്റ് ടാക്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ശേഷം വരുന്ന പേജിൽ ബോർഡർ ടാക്സ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ടാക്സ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെലക്ട് വിസിറ്റിംഗ് സ്റ്റേറ്റ് നെയിം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് പോകാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ് ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. സർവീസ് നെയിം എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകൻ അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് വെഹിക്കിൾ ടാക്സ് കളക്ഷൻ അതർ സ്റ്റേറ്റ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. പേജിൻ്റെ താഴെഭാഗത്തായിട്ടുള്ള ഗോ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പേജിലേക്ക് വരാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ വെഹിക്കിൾ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകൻ്റെ വണ്ടി നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വണ്ടിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് സൈറ്റിലേക്ക് അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്. അതായത് വണ്ടി ഹോൾഡറുടെ പേര്, ചേസിസ് നമ്പർ, എൻജിൻ നമ്പർ, രജിസ്ട്രേഡ് ഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങളൊക്കെ ഈ ഒരു പേജിൽ വരുന്നതാണ്. സൈറ്റിൽ ചോദിച്ചിരിക്കുന്ന ഫ്രം സ്റ്റേറ്റ് എന്നുള്ള ഓപ്ഷനിൽ കേരള എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ സൈറ്റിൽ ബോർഡർ നെയിം ചോദിച്ചിട്ടുണ്ട്. ബോർഡർ നെയിം എന്നുള്ള ഓപ്ഷനിൽ ബോർഡർ ഏതാണോ വരുന്നത് ആ ഒരു ബോർഡർ സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. റൂട്ട് ഓഫ് ദി ജേണി എന്നുള്ള ഓപ്ഷനിൽ പർപ്പസ് എന്താണെന്നൊന്ന് മെൻഷൻ ചെയ്യാവുന്നതാണ്. പെർമിറ്റ് ടൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ സ്പെഷ്യൽ പെർമിറ്റ് എന്നുള്ള ഓപ്ഷൻ ഡിഫോൾട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ടാക്സ് മോഡ് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ടാക്സ് മോഡിൽ വീക്ക്ലി, മന്ത്ലി ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകുക. ടാക്സ് ഫ്രം ഡേറ്റും ടാക്സ് അപ് ടു ഡേറ്റും നൽകേണ്ടതാണ്. ഫ്രം ഡേറ്റ് കൊടുത്തതിന് ശേഷം ഹവേഴ്സ്, അതായത് ടൈമും സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ഫ്രം ഡേറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ടായിട്ട് ടാക്സ് അപ് ടു ഡേറ്റ് സൈറ്റിൽ വരുന്നതാണ്. ശേഷം പേജിൻ്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. സൈറ്റിൽ കാൽക്കുലേറ്റ് എന്നുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സൈറ്റിൽ അടച്ചു കൊടുക്കേണ്ട എമൗണ്ട് കൃത്യമായി കാണിക്കുന്നതാണ്. പേ ടാക്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് അടച്ചു കൊടുക്കാവുന്നതാണ്. നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പേ ടാക്സ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപേക്ഷകൻ്റെ ഡീറ്റെയിൽസ് ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. ഇതിലൊന്ന് ചെക്ക് ചെയ്തിട്ട് കൺഫേം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൺഫേം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേ പേജിലേക്കാണ്. നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേ പേജാണ്. പേയ്മെൻറ്റ് ഗേറ്റ്വേ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഐ ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേയ്മെൻറ്റ് ഗേറ്റ്വേ പേജിൽ പേയ്മെൻറ്റ് ചെയ്യാൻ അനുവദനീയമായ പേയ്മെൻറ്റ് ഓപ്ഷൻസിൻ്റെ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI ഓപ്ഷൻസ് സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ UPI എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. UPI ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം UPI ID അല്ലെങ്കിൽ UPI QR എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ ചൂസ് ചെയ്ത് പേ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ QR കോഡിൻ്റെ ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന പേജിൽ QR കോഡ് വരുന്നതാണ്. ഈ ഒരു QR കോഡ് ഗൂഗിൾ പേയോ അതല്ല എങ്കിൽ ഫോൺ പേയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വാലറ്റ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് അടയ്ക്കാവുന്നതാണ്. പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം സൈറ്റിൽ ഇതുപോലെ ഒരു റെസിപ്റ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഈ ഒരു റെസിപ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. ശേഷം വീണ്ടും സൈറ്റിൽ ബാക്ക് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപേക്ഷകൻ്റെ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റ് ഏതാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്റ്റേറ്റും വെഹിക്കിളിൻ്റെ നമ്പറും കൊടുത്തതിന് ശേഷം വരുന്ന ഹോം പേജിൽ റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ പ്രിൻ്റ് പെർമിറ്റ് റെസിപ്റ്റ് എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ഭാഗത്ത് സ്റ്റേറ്റ് നെയിം എന്നുള്ള ഓപ്ഷനിൽ പോകാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റും വെഹിക്കിൾ നെയിം എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി ആപ്ലിക്കേഷൻ ചെയ്ത സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന വണ്ടി നമ്പറും കൊടുത്തതിന് ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. ഓൾറെഡി എടുത്തിട്ടുള്ള പെർമിറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതായത് സ്പെഷ്യൽ പെർമിറ്റിന് അപേക്ഷ സമർപ്പിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും സൈറ്റിൽ വന്നിട്ടുണ്ടാകുക.
ഇതിൽ റീസെൻ്റായിട്ട് ചെയ്തിട്ടുള്ളതിന് നേരെയുള്ള പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്പെഷ്യൽ പെർമിറ്റ് ഇഷ്യൂ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ടും എടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.